ദ ലോർഡ്. തുടർമാന പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം വളരെ ക്രമീകൃതമായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വരുംവരാഴികളെ കുറിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഈ ത്രികാല അനുഭവങ്ങളെ നല്ലവണ്ണം അറിയാവുന്ന കർത്താവാണ് നമ്മുടെ ദൈവമായിരിക്കുന്നത്. കർത്താവിനെ സമയാസമയങ്ങളിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിവിധങ്ങളായിരിക്കുന്ന പരിശോധനകളുണ്ട്, വിവിധങ്ങളായിരിക്കുന്ന പരീക്ഷണങ്ങളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അറിയാതെയല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടികൾ തരുവാൻ കർത്താവ് ശക്തനാണ്, കർത്താവ് പ്രാപ്തനാണ്. കാരണം നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവം വേറെയില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, നിത്യനാണ്. ആരംഭവും അവസാനവും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ അവർ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവ് അവരെ സ്നേഹിച്ചു. അവരെ പ്രാർത്ഥനയുടെ ഫലമായി അവരെ സഹോദരന്മേൽ ദൈവം സന്ദർശനമായി ചിരിക്കുകയാണ്. ലാസർ എന്ന യേശുവിന് പ്രിയനായവൻ ദീനമായി കിടന്നിട്ടും ആ വസ്തുത പ്രാർത്ഥനക്കാരെ അറിയിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നത് പോലെ തക്ക സമയത്ത് മാർത്തയും മറിയും തങ്ങളുടെ ആവശ്യങ്ങൾ ഈ കർത്താവിൻ്റെ അടുക്കൽ അറിയിച്ചിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും കർത്താവ് ആയിരുന്ന അതേ സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി പാർത്തു എന്നാണ്. എന്താണ് ഇങ്ങനെ കർത്താവ് ആയിരിക്കാൻ ഇടയായിത്തീരുന്നത്? നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത്, നാം ഒരു വിവരം കർത്താവിനോട് പറഞ്ഞാൽ, ഒരു പ്രാർത്ഥനാ വിഷയം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ആ നിമിഷം തന്നെ വിടുതലുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നാം പറയുന്ന അതേ നിമിഷം തന്നെ കർത്താവ് എല്ലാ കാര്യവും നമുക്ക് ചെയ്തു തരണം എന്ന് നിർബന്ധമില്ല. കാരണം നമ്മുടെ ജീവിതം എന്താണെന്നും, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായി തീരുന്നതിന് മുൻപേ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മെ അറിഞ്ഞ കർത്താവാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആയുഷ്കാലത്തെക്കുറിച്ച് കർത്താവിന് അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കർത്താവിനറിയാം. നാം എവിടെയായി ചെല്ലുമെന്ന് കർത്താവിനറിയാം. നാം എങ്ങനെയായിരിക്കുമെന്നും കർത്താവിനറിയാം. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് അറിയാത്ത അനവധി കാര്യങ്ങൾ കർത്താവിനറിയാം. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു, അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി പാർത്തു. 6-ാം വാക്യമാണത്. 7-ാം വാക്യത്തിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തിനാണ് പോകുന്നതെന്ന് കർത്താവിനറിയാം. ശിഷ്യന്മാർക്ക് അറിയാവുന്ന കാര്യം അതുവരെയുമുള്ള അവിടെയുള്ള പ്രായോഗിക തലങ്ങളാണ്. ഇതുവരെ പ്രവർത്തിച്ച ആ മേഖലകളിൽ അവിടെയുള്ള സുവിശേഷ വിരോധികളായ കർത്താവിനെതിരായി നിൽക്കുന്ന ആ യഹൂദന്മാർ കർത്താവിനെ കല്ലെറിയുവാൻ, കൊല്ലുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ശിഷ്യന്മാർക്ക് നല്ലവണ്ണം അറിയാം. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നമ്മൾ യഹൂദിയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് എന്ന്. ആ പോവുക എന്ന് പറയുമ്പോൾ തന്നെ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയമുണ്ട്. കാരണം ഈ 2 ദിവസം അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെയുള്ളവർക്ക് അത്ര സന്തോഷമൊന്നുമല്ല. ഈ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലുള്ള കർത്താവിൻ്റെ സന്ദർശനം, അവിടെയുള്ള ശുശ്രൂഷകൾ, ആ ദേശത്ത് കർത്താവ് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് അവിടെയുള്ള യഹൂദന്മാർക്ക് കർത്താവിനോട് എതിർപ്പുണ്ട് എന്ന് കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും അങ്ങോട്ട് പോകണമോ? അത് മാത്രമല്ല, വിവരം അറിഞ്ഞിട്ട് 2 ദിവസമായി. അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ശിഷ്യന്മാർക്ക് അറിയില്ലെങ്കിലും കർത്താവിൻ്റെ ദിവ്യ ദൃഷ്ടിയിൽ സർവജ്ഞാനിയായ കർത്താവിന് അവിടുത്തെ സംഭവങ്ങൾ അറിയാം എന്നുള്ളത്
നമ്മൾ അറിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളെന്ന് നാം അറിയുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവിനെ അറിയാമെന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവിനോട് കൂടെ നടന്നു എന്നുള്ളത് കൊണ്ട് എല്ലാം അറിയണമെന്നില്ല. അതുകൊണ്ട് എന്നെ ഈ സമയം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കടന്നു വന്ന കാര്യങ്ങൾ കർത്താവ് അറിയാതെ അല്ല. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ ക്രമീകരിക്കണമെന്ന് കർത്താവിന് അറിയാം. എങ്കിലും നമ്മുടെ പ്രാർത്ഥന നാം കുറയ്ക്കരുത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തൻ, സർവജ്ഞാനിയായ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഷയങ്ങളെയും നല്ലവണ്ണം നടത്തുമെന്ന് ഉറപ്പായി വിശ്വസിക്കാം.